ഓണക്കാലത്ത് പൂക്കളുടെ ആവശ്യകത വർദ്ധിച്ചതോടെ പ്രാദേശികമായി പൂക്കൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ് വണ്ടൂരിലെ കുടുംബശ്രീ കൂട്ടായ്മ. പഴയ വാണിയമ്പലം കൈരളി കുടുംബശ്രീ NSG കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അമ്പലപ്പടി അംബേദ്കർ കോളേജിന് സമീപം 2.5 ഏക്കർ സ്ഥലത്ത് വിശാലമായ ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. വിവിധ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ട് ആരംഭിച്ച കൃഷിയുടെ പരിപാലനവും വിളവെടുപ്പുമെല്ലാം കുടുംബശ്രീ അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നടക്കുന്നത്. കൃഷിക്ക് ആവശ്യമായ പരിശീലനവും സാങ്കേതിക സഹായവും ലഭിച്ചതോടെ ചെടികൾ മികച്ച രീതിയിൽ വളരുന്നുണ്ട്. ഓണക്കാലത്ത് വിളവെടുക്കുന്ന പൂക്കൾ പ്രാദേശിക വിപണിയിൽ എത്തിക്കുന്നതിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് അധിക വരുമാനം നേടാനും സാധിക്കും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനോടൊപ്പം നാട്ടിൽ തന്നെ പൂക്കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. കുടുംബശ്രീ കൂട്ടായ്മയിലെ PP ഷാനിയ, K ഫൗസിയ, P റിസ്വി എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂക്കൃഷിക്ക് തുടക്കമിട്ടത്. ഇതര സംസ്ഥാനങ്ങളിലെ പൂക്കാഴ്ചകൾ തേടി പോകുന്നവർക്ക് ഇത്തവണ വണ്ടൂരിലും മനോഹരമായ ചെണ്ടുമല്ലിത്തോട്ടം കാണാനും ഫോട്ടോയും റീൽസും പകർത്താനും അവസരമുണ്ട്. ചെണ്ടുമല്ലിത്തോട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ നാടിനായി തുറന്നുകൊടുത്തു. CDS പ്രസിഡന്റ് M അൻഷിതയുടെ നേതൃത്വത്തിലുള്ള സംഘം തോട്ടം സന്ദർശിക്കുകയും ചെയ്തു. വണ്ടൂർ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ 21-ാം വാർഡിലെ കൈരളി കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഈ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ ഇവിടെ വിൽപ്പനയുണ്ട്, പ്രദർശനമുണ്ട്. അപ്പോൾ വണ്ടൂർ അംബേദ്കർ കോളേജിൻ്റെ സമീപത്ത് തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വന്ന് കാണണം. നമ്മുടെ കുടുംബശ്രീ സംരംഭത്തെ നല്ലൊരു രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും വന്നുങ്ങാണ്ട് ഇതിന് കാഴ്ചക്കാരൊക്കെ കൊണ്ടിട്ട് എല്ലാവരോടും ഈ വിവരം പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ടുവരണം. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ചെണ്ടുമല്ലിത്തോട്ടം വണ്ടൂരിന്റെ ഓണാഘോഷങ്ങൾക്ക് കൂടുതൽ നിറവും നാട്ടുകാർക്ക് പുതിയൊരു കാഴ്ചാനുഭവം സമ്മാനിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പൂക്കളോടൊപ്പം സമീപത്ത് ഒരുക്കിയിരിക്കുന്ന പുരാവസ്തു പ്രദർശനവും സന്ദർശകർക്ക് കൗതുകമാകുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.